എന്തിനാ അഭി മഴ നനഞ്ഞത്? അതല്ലേ ഇങ്ങനെ തുമ്മുന്നത്? ഇന്നലെ രാത്രി നല്ല പനിയും ഉണ്ടായിരുന്നു. ഇന്ദുജ ദേഷ്യപ്പെട്ടു. പതിയെ അവൻ്റെ മുന്നിലിരുന്ന പ്ലേറ്റ് എടുത്തു. മമ്മ വാരിത്തരാം. എനിക്ക് വേണ്ട മമ്മ. അവർ ചപ്പാത്തി മുറിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ആദ്യ ചിരിയോടെ ആ കാഴ്ച നോക്കിയിരുന്നു. വർമ്മയ്ക്ക് വിഷമം തോന്നി. അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എനിക്ക് സങ്കടമില്ല അച്ഛാ. കണ്ടോ, വിശപ്പില്ലാഞ്ഞിട്ടാണോ അത്രയും കഴിച്ചത്? ഇനി ടാബ്ലറ്റ് കഴിച്ച് റെസ്റ്റ് എടുക്ക്. അയ്യോ, അത് പറ്റില്ല മമ്മ. ഓഫീസിൽ പോയേ പറ്റൂ. ഇന്നൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അവൻ എഴുന്നേറ്റു. അഫി, ഇനി 2 ദിവസത്തേക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞാൻ നിന്നെ വിടില്ല. ഇവിടെ വേറെയും ബിസിനസ്സുകാരുണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് പ്രൊഫസർക്കും ഓഫീസ് കാര്യങ്ങൾ നോക്കാം. എൻ്റെ കുഞ്ഞല്ലേ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബിസിനസ് എന്നും പറഞ്ഞ് ഓടുന്നത്. ഇന്ദുജ ആദിയെ നോക്കിയാണ് പറഞ്ഞത്. സദാ ചിരി മാത്രം നിറഞ്ഞു നിന്നവൻ്റെ മുഖം വേദനയിൽ താഴ്ന്നു. പ്രൊഫസർ മകനല്ലേ ഞാൻ? കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ഇനി കുറച്ച് ദിവസത്തേക്ക് ആദ്യ ഓഫീസ് കാര്യങ്ങൾ നോക്കും. നീ റെസ്റ്റ് എടുത്തോ, വർമ്മ പറഞ്ഞു. അത് ഡാഡി. അഭി എന്തോ പറയാൻ വന്നതും ആദ്യ എഴുന്നേറ്റു. ഞാൻ പൊയ്ക്കോളാം, കടുപ്പത്തിലാണ് പറഞ്ഞത്. അഭി ദേഷ്യത്തിൽ പല്ല് കടിച്ചു. വർമ്മയും ആദിയും ഓഫീസിലേക്ക് പോയതും അഭി കാറിൻ്റെ കീ എടുത്തു. എവിടെ പോവാ? ഇവിടെ നിന്ന് ഒരടി അനങ്ങാൻ പറ്റില്ല. അസുഖം ഭേദമാകട്ടെ. ഇന്ദുജ അവൻ്റെ കയ്യിലിരുന്ന കീ പിടിച്ചു വാങ്ങി. അമ്മ പ്ലീസ്. നോ, അവരുടെ അവസാന വാക്ക്. അവൻ ചാടിത്തുള്ളി റൂമിലേക്ക് പോയി. നിത്യയും ലക്ഷ്മിയും ഓഫീസിലേക്ക് ധൃതിയിൽ നടന്നു. എനിക്ക് 2 ദിവസത്തേക്ക് ലീവ് വേണമായിരുന്നു. സിദ്ധൂട്ടൻ്റെ ചെക്കപ്പിൻ്റെ ഡേറ്റ് നാളെയാ. ചോദിച്ചാൽ ആ രാവണൻ ലീവ് തരുമോ നിത്യ? അത് ലച്ചു, കിട്ടുമോയെന്നറിയില്ല. അഭിമന്യു ഇന്നലെ ഒരു ലീവ് തന്നതല്ലേ, അത് മാത്രമോ? നീ ജോയിൻ ചെയ്ത് 1 മാസം തികഞ്ഞിട്ടില്ല. പിന്നെ PS-ന് ലീവ് കിട്ടാൻ വലിയ പാടാ. ലക്ഷ്മി സങ്കടത്തോടെ അവളെ നോക്കി. നിത്യ ആലോചനയോടെ താടിക്ക് കൈ കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, വർമ്മ സാറിനെ വിളിച്ച് പറഞ്ഞാലോ? ഡാഡി പറഞ്ഞാൽ ബോസ് സമ്മതിക്കും. പക്ഷേ നമ്പർ എങ്ങനെ കിട്ടും? അതൊക്കെ കിട്ടും ലച്ചു. ആരവ് സാറും നീയും നല്ല കൂട്ടല്ലേ? ശരിയാ. ഹായ്, എന്താണ് PS-ഉം ബോസും ഇന്നലെ മുങ്ങിയത്? അത് വേണ്ട അഭി പറഞ്ഞു. എന്നാലും ഈ പാവം കൊച്ചിന് ശത്രുക്കളുണ്ടോ? അവരൊക്കെ ആരാ? ലക്ഷ്മിയുമായി അവർക്ക് എന്താ ബന്ധം? അഭി ചോദിച്ചറിയാൻ പറഞ്ഞതാവും എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. എനിക്കറിയില്ല ചേട്ടാ, ചിലപ്പോൾ ആള് മാറിയതാവാം. എന്നാലേ ഇനി 2 ദിവസത്തേക്ക് ലക്ഷ്മിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. എന്താ അത്? അവൾ ആകാംക്ഷയിൽ നിൽക്കുന്നു. ക്യാബിൻ ഡോർ തുറന്ന് അഥർവ് അകത്തേക്ക് വന്നതും ലക്ഷ്മി പുഞ്ചിരിച്ചു. അപ്പം ലക്ഷ്മിക്ക് ഇവരെ 2 പേരെയും തിരിച്ചറിയാം അല്ലേ? അറിയാം. എങ്ങനെ? അഥർവ് ചോദിച്ചു. അതറിയില്ല, പക്ഷേ മനസ്സ് പറയും. രാവണന് ഒരു പ്രത്യേക സ്റ്റൈലല്ലേ? ചിലപ്പോൾ അതാവും. രാവണനോ? അതാരാ? അവൾ വായ പൊത്തിപ്പിടിച്ചു. ലക്ഷ്മിയുടെ ബോസാണ് ഈ രാവണൻ. ആരവ് പറഞ്ഞതും ആദി തലകുലുക്കി. അഫി കേൾക്കണ്ട. അവൻ സെറ്റിയിലിരുന്നു. ഇന്നത്തെ ക്ലയൻറ്റ് മീറ്റിങ്ങിന് ആരവ് എൻ്റെ ഒപ്പം വരണം കേട്ടോ. ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരു പിടപ്പ് തോന്നി. സാറ് വരില്ലേ? ഇല്ല ലക്ഷ്മി, അവന് നല്ല പനിയായിരുന്നു. ഇപ്പൊ തുമ്മലും. ഇന്നലെ മഴ നന്നായി നനഞ്ഞു അല്ലേ? അവൾ വേദനയോടെ മൂളി. അന്നത്തെ ദിവസം വലിയ വർക്കുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ ആയിരുന്നു അവളുടെ പ്രവൃത്തികൾ. എടി പെണ്ണെ, ചോറെടുക്കാതെ കറി മാത്രം തുറന്നു വെച്ചാൽ വിശപ്പ് തീരുവോ? അവൾ ചമ്മലോടെ ചിരിച്ചു. എന്താ പറ്റിയേ? ബോസിനെ കാണാത്തതിലുള്ള സങ്കടമാണോ? ഒന്ന് പോടി. എനിക്കെന്ത് സങ്കടം? ഒന്നുമില്ല. അഭിമന്യുവിൻ്റെ എടി വിളി കേൾക്കാൻ നിനക്ക് ഇഷ്ടമാണ് അല്ലേ ലച്ചു? ലക്ഷ്മി ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ നിത്യ പറയുന്നത്? എനിക്ക് വേദനയുണ്ട്. ഞാൻ കാരണമല്ലേ സാറിന് വയ്യാണ്ടായത്? ചെറിയൊരു പനി. അത് 2 ദിവസം കഴിയുമ്പോൾ മാറും. അയ്യോ ലച്ചു, നിനക്ക് ഭാഗ്യമുണ്ടടി. അഥർവ് സാറിനെ കണ്ട് ലീവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തായാലും നടക്കും. ഇന്ന് 7 മണിക്കുള്ള ട്രെയിനിന് പോകാം. 2 ദിവസം കഴിഞ്ഞ് വരാം. അപ്പോൾ നിന്റെ ബോസിൻ്റെ പനിയൊക്കെ മാറി വരും. ലക്ഷ്മി ലഞ്ച് കുറച്ചേ കഴിച്ചുള്ളൂ. സാർ. എന്താ ലക്ഷ്മി? ലീവിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് അവൾക്ക് അടുത്ത് വന്നു. അച്ഛനാണ് വയ്യാത്തത്. ചെക്കപ്പിനുള്ള ഡേറ്റ് എടുത്തു. 2 ദിവസത്തെ ലീവ് മതിയോ? അവൻ വാത്സല്യത്തോടെയാണ് ചോദിച്ചത്. മതി സാർ. ആദി സമ്മതം പോലെ തലകുലുക്കി. താങ്ക് യു. സന്തോഷത്തോടെ ക്യാബിൻ വിട്ടു പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ
ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന മുഖം. അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഹലോ. ആ സ്വരം. അവൻ കണ്ണുകൾ അടച്ചു നിന്നു. എന്നാ നീ വരിക? 2 വർഷമായി. കാണാൻ തോന്നുക. ഇവിടെ ഞാൻ തനിച്ചാടി. കോൾ കട്ടാവുമ്പോൾ അവളുടെ ഫോട്ടോയിലൂടെ വിരൽ ചലിപ്പിച്ചു. ലവ് യു കീർത്തി. അമ്മയുടെ വാത്സല്യം കൂടി ചേർത്ത് നൽകിയ പെണ്ണ് ഡോക്ടർ കീർത്തന. കൊച്ചിയിൽ നിന്ന് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി നെഞ്ചിലേക്ക് ചേർത്ത് ട്രെയിനിൻ്റെ വിൻഡോ വഴി പുറത്തു നിൽക്കുന്ന നിത്യയെ നോക്കി ലക്ഷ്മി തലകുലുക്കി. നിത്യയ്ക്ക് കരച്ചിൽ വന്നു. ദൈവമേ, ജീവൻ കയ്യിൽ പിടിച്ച് ഓടുവാണ് ഈ പാവം പെണ്ണ്. ഒരു ദിവസം ബോസ് രക്ഷിച്ചു. ഇനിയും അവൻ വരും. എന്തു ചെയ്യും? ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടന്നു. മോളെ. പിന്നിൽ അച്ഛൻ്റെ സ്വരം. അച്ഛാ. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നേരമായോ അച്ഛാ വന്നിട്ട്? ട്രെയിൻ കുറച്ച് ലേറ്റായി. ആ, മോള് വരുന്നു എന്നറിഞ്ഞ നേരം മുതൽ ചെക്കൻ എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ വന്നിട്ട് 1 മണിക്കൂർ അടുപ്പിച്ചായി. ഒരു ഓട്ടോയിൽ 2 പേരും കയറി. ലക്ഷ്മി കൊണ്ടുവന്ന സ്വീറ്റ്സ് കഴിക്കുന്ന തിരക്കിലാണ് സിദ്ധു. ഓഫീസിലെ സാറ് നല്ല മനുഷ്യനാണോ മോളെ? വഴക്കൊക്കെ പറയോ? അച്ചമ്മ ചോദിച്ചു. ലക്ഷ്മിയുടെ മനസ്സിൽ ആ മുഖം തെളിഞ്ഞു. രാവണൻ. ഉള്ളിലിരുന്ന് ആരോ പുലമ്പി. ഇല്ല, നല്ല സ്നേഹമുള്ള സാറാ. എന്നോട് വലിയ കാര്യമാണ്. അവൾ ഓഫീസ് കാര്യങ്ങൾ പറയുന്നു. അല്ലേലും എൻ്റെ ചേച്ചിയെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയും സ്നേഹമുള്ള ബോസിനെ എനിക്കൊന്ന് കാണണം. സിദ്ധു ഒരു ലഡു വായിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ദേ സിദ്ധൂട്ടാ, നിന്നെ നാളെ ചെക്കപ്പിന് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മധുരം കൂടുതൽ കഴിക്കാതെ. ഓ, അതൊന്നും സാരമില്ല. വല്ലപ്പോഴും കൂടിയല്ലേ കഴിക്കുന്നത്. അവൻ ചിണുങ്ങി. ലക്ഷ്മി സിദ്ധുവിൻ്റെ തലമുടിയിൽ തഴുകി. ഉടനെ സർജറി നടത്താൻ കേട്ടോ. പിന്നെ എൻ്റെ മോന് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം. അവൻ ആ ചേച്ചിയുടെ തോളിൽ മുഖം പൂഴ്ത്തി. നല്ല മണമാണല്ലോ ഈ ഡ്രസ്സിന്. ഏത് പെർഫ്യൂമാ ചേച്ചി? ലക്ഷ്മി ഞെട്ടിപ്പോയി. തന്നിലേക്ക് അമർന്നു കിടന്നവനെ ഓർമ്മ വന്നതും അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട നനഞ്ഞ ഡ്രസ്സ് കുറച്ചു നേരമല്ലേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ കഴുകാൻ നിന്നില്ല. അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധമാണ്. എന്തു പറയും ഞാൻ? എടാ ചെക്ക, നിത്യയ്ക്കൊപ്പമല്ലേ ആ മോളുടേതാവും. നീ മണം പിടിച്ച് നടക്കാതെ പോയി കിടന്നുറങ്ങ്. നാളെ ആശുപത്രിയിൽ പോകണ്ടേ? അച്ചമ്മ പറഞ്ഞതും അവൻ എഴുന്നേറ്റു. ചേച്ചി, ഗുഡ് നൈറ്റ്. മോളെ, ആശുപത്രിയിൽ കൊണ്ടുപോകണേൽ കാശ് വേണ്ടേ? കുറഞ്ഞത് 5000 രൂപയെങ്കിലും വേണം. സാലറി കിട്ടിയില്ലല്ലോ. കാശ് നിത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയച്ചാ. ശമ്പളം കിട്ടുമ്പോൾ അങ്ങ് കൊടുക്കാം. പിന്നെ അടുത്ത മാസം മുതൽ മാസാമാസം ഞാൻ വരില്ല. ഓവർ ടൈം വർക്കുണ്ട്. 3 മാസം കൂടുമ്പോൾ നിങ്ങളെ വന്ന് കാണാം. സിദ്ധു സംശയത്തിൽ അവളെ നോക്കി നിന്നു. കള്ളി, കള്ളം പറയുക. കയ്യോടെ പൊക്ക് ഞാൻ. നോക്കിക്കോ. വെളുപ്പിന് 5 മണിക്കുള്ള ബസ്സിന് സിദ്ധുവിനെയും കൂട്ടി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു. വിൻഡോ വഴി വീശി അടിച്ച കാറ്റിൽ അവളുടെ തോളിലേക്ക് ചാരി കിടന്ന് അവൻ ഉറങ്ങിയിരുന്നു. ഫ്രണ്ട് സീറ്റിലെ ആൾ എഴുന്നേറ്റ് മാറിയതും അവിടെ ഒരാളിരുന്നു. തിരിഞ്ഞു നോക്കി. ലക്ഷ്മിയുടെ കണ്ണുകൾ ചുരുങ്ങി. എത്ര നാൾ നീ ഇങ്ങനെ എന്നിൽ നിന്ന് ഓടി ഒളിക്കും? ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന കാശ് സ്വരൂകൂട്ടി വെച്ചാലൊന്നും ഈ ചെക്കൻ്റെ സർജറിക്ക് തികയില്ല. അതിന് നിർത്ത്. ഇനി നീ സംസാരിക്കരുത്. അവളുടെ ഉറച്ച സ്വരം. യാദവ് പറയാൻ വന്നത് നിർത്തി. നിന്റെ ആ മോഹം നടക്കില്ല. എന്നെ വെച്ച് നീ കാശുകാരനാവണ്ട. താരയില്ലേ, അവളോട് പറയ്. ലക്ഷ്മി വീറോടെ പറഞ്ഞു. ഷോ, താരയെ കൊണ്ട് പറ്റില്ല. നിന്നെ എല്ലാവർക്കും അങ്ങ് പിടിച്ചു പോയതാ. ലക്ഷ്മി രൂക്ഷമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. 2 ദിവസം മുന്നേ നിന്റെ ഗുണ്ടകൾക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേ? നീ ഓടുന്നത് കണ്ടു. എന്തേ, അവനെ കണ്ട് പേടിച്ചു പോയോ? പേടിപ്പിക്കാൻ അവൻ ആരാടി? നിന്റെ ബോസിന് മുന്നിൽ വരാനുള്ള സമയം ആയിട്ടില്ല. ഉടനെ അഭിമന്യു വർമ്മയ്ക്ക് മുന്നിൽ യാദവ് പ്രത്യക്ഷപ്പെടും. പിന്നെ അവൻ എന്നേക്കാൾ നല്ലവനാ. ഹാ, ശരിയാ. പക്ഷേ അഭിമന്യുവിന് മുന്നിൽ തോറ്റു കൊടുത്താലും നിന്റെ മുന്നിൽ വരില്ല ഞാൻ. സീതാലക്ഷ്മിയാ. ഇത് ബസ്സാണ്. നിന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന ദിവസം ഈ അഹങ്കാരം തീർക്കും യാദവ്. അവൻ എഴുന്നേറ്റ് പോയി. ലക്ഷ്മി വെപ്രാളത്തോടെ തല താഴ്ത്തി സിദ്ധുവിനെയാണ് നോക്കിയത്. ഭാഗ്യം, നല്ല ഉറക്കമാ. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങും മറ്റു പല ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണിച്ചിറങ്ങുമ്പോൾ അവൻ തളർന്നിരുന്നു. വയ്യ ചേച്ചി. മോൻ വാ, നമുക്ക് ദേ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. അവനെയും ചേർത്ത് പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വൈറ്റ് കാറ്
അവരെ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. ഇവന്മാർക്ക് കണ്ണില്ലേ ചേച്ചി? സിദ്ധു ദേഷ്യപ്പെട്ടു. അവൻ ഇനി ഭാര്യ എന്ന അവകാശവും പറഞ്ഞ് പിന്നാലെ വരും. അതിനു മുന്നേ എല്ലാം തീർക്കണം. ഉറച്ച മനസ്സോടെ ഹോട്ടലിനകത്തേക്ക് കയറും മുന്നേ തല ചരിച്ച് ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്ന യാദവിൻ്റെ കാറിലേക്ക് നോക്കി. ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. ചേച്ചിക്ക് വേണ്ടേ? എനിക്ക് വേണ്ട മോനെ. ഓഫീസിൽ ഒരു ഫംഗ്ഷന് ബിരിയാണി ഉണ്ടായിരുന്നു. അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ എൻ്റെ സിദ്ധൂട്ടന് വാങ്ങി തരണമെന്ന്. ചെക്കൻ്റെ മുഖം വാങ്ങി. എന്താ മോനെ? എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ വലിയൊരു ഹോട്ടലിരുന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളത്. അത് സാധിച്ചു. ഇനിയുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. എന്നാൽ അത് നമ്മളെ സംബന്ധിച്ച് വലുതാ. എല്ലാം സാധിക്കൂ, ദൈവം കനിയണം. അവൻ്റെ ശബ്ദം ഇടറിപ്പോയി. സിദ്ധൂട്ടാ, ഈ നെഗറ്റീവ് ചിന്ത നല്ലതല്ല. മാഡം പറഞ്ഞത് നീ കേട്ടതല്ലേ? ഇപ്പം എല്ലാം നോർമലാണ്. ഇതുപോലെ മുന്നോട്ട് പോകാൻ പതിയെ സർജറി നടത്തിയാൽ മതിയെന്ന്. എല്ലാം കേട്ട് തലയും കുലുക്കി ഇറങ്ങിയിട്ട് എന്തിനാ മോനെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൻ വെളുക്കനെ ചിരിച്ചു. ഒരു പിടി ചോറ് വാരി അവൾക്ക് നേരെ നീട്ടി. ചേച്ചിയെ സംരക്ഷിക്കേണ്ടത് ഞാനാ. ഇപ്പം എല്ലാം തിരിച്ചാ നടക്കുന്നത്. എൻ്റെ അസുഖം ഒന്ന് മാറിക്കോട്ടെ. ചേച്ചി, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് ബസ്സിൽ കയറാം. അത് വേണോ സിദ്ധൂട്ടാ? വേണം. അച്ഛൻ്റെ കൂടെ വന്നാൽ ഒന്നും നടക്കില്ല. എൻ്റെ ചേച്ചിക്കുട്ടിയല്ലേ. ശരി. അവൾ തലകുലുക്കി. ഓഫീസ് റൂമിനകത്തേക്ക് കയറിയ അഫിയുടെ മുഖം ചുളിഞ്ഞു. അഥർവ് എവിടെ? ഇനി ലക്ഷ്മിയുടെ ക്യാബിനിൽ പോയോ? പെട്ടെന്ന് അങ്ങോട്ടേക്ക് നടന്നു. ഡാഫി, നിനക്ക് പനിയും തുമ്മലും കുറഞ്ഞോ? ആരവ് ചോദിച്ചു. കുറഞ്ഞു. ആദ്യം എവിടെ? MDയുടെ റൂമിലുണ്ട്. നിന്റെ ചെയറിൽ പുള്ളിക്കിരിക്കാൻ വയ്യാത്രേ. നിന്നെ പേടിച്ചിട്ടാ. അഫി പുഞ്ചിരിയോടെ മീശ പിരിച്ചു വെച്ചു. അവളോ? ഏതവൾ? ആരവ് സംശയത്തിലാണ്. സീതാലക്ഷ്മി ആദിക്കൊപ്പമാണോ? ഏയ് ഇല്ല, ആ കുട്ടി 3 ദിവസത്തെ ലീവിന് നാട്ടിൽ പോയി. എന്ന്? ഇന്നലെ നൈറ്റ്. പറഞ്ഞു തീരും മുന്നേ അവൻ കാറ്റ് പോലെ പാഞ്ഞു. സീതാലക്ഷ്മി എവിടെ? ഫയലിൽ നോക്കിയിരുന്ന ആദി ഒന്ന് ഞെട്ടിപ്പോയി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിനക്ക് റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നോ? മമ്മ കണ്ടില്ലേ നീ വരുന്നത്? അഥർവ് ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണോ ആദി? അഥർവ് ചുണ്ട് കടിച്ച് ചിരി അമർത്തി. ലക്ഷ്മി ലീവ് എടുത്ത് പോയി. ആരോട് ചോദിച്ചിട്ടാ അവൾക്ക് ലീവ് കൊടുത്തത്? അവൻ ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞടിച്ചു. അവിടെ ഇരുന്ന ഫയലുകൾ നിലത്തേക്ക് വാരി എറിഞ്ഞു. അഫി, ഹോസ്പിറ്റൽ കേസാണ്. അതാ ഞാൻ. വേണ്ട, എന്നോടൊന്ന് വിളിച്ചു പറയാൻ നിനക്ക് തോന്നിയോ? കോറിഡോറിലൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ ഹൃദയം വേദനയിൽ മിടിച്ചു. അവനും ഗുണ്ടകളും പിന്നാലെ ഉണ്ട്. എല്ലാം അവൾക്കറിയാം. എന്നാൽ ഒന്നും അറിയില്ല താനും. വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തിരുന്നു. കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. രാവണൻ. എന്ത് നോക്കി നിൽക്കുവാ ചേച്ചി? എടുക്ക്. സിദ്ധു അടുത്തിരുന്ന് തലയെത്തിച്ച് ഫോണിലേക്ക് നോക്കി. ഇതെന്ത് പേരാ? ആരാ ഇത്? നീ എവിടെയാടി? അവൻ ഗർജിക്കുന്നു. സിദ്ധു അന്തിച്ചു പോയി. ലക്ഷ്മി സ്പീക്കർ ഓഫ് ചെയ്യാൻ നോക്കിയതും അവനത് തടഞ്ഞു. വേണ്ട ചേച്ചി, ഗൗരവത്തിൽ പറഞ്ഞു. നിന്നോട് ചോദിച്ചത് കേട്ടോ? നാവില്ലേടി? അത് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക്. ലക്ഷ്മി അവന് മുന്നിൽ വിൽക്കുന്നു. സിദ്ധുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ലീവ് എനിക്ക് മെയിൽ ചെയ്തിട്ടാണോ നീ പോയത്? അത് സാർ, അഥർവ് സാറ്. സ്റ്റോപ്പ് ഇറ്റ്. അഥർവിൻ്റെ PS ആണോ നീ? അല്ല സാർ. നാളെ ഇവിടെ ഓഫീസിൽ ഉണ്ടായിരിക്കണം. ഇല്ലേൽ നീ ഇങ്ങോട്ട് വരണ്ട. ഓക്കെ സാർ. അവൻ ഫോൺ കട്ട് ചെയ്തു. ലക്ഷ്മി തല താഴ്ത്തിയിരുന്നു. ഇന്നലെ എന്തുമാത്രം കള്ളങ്ങൾ പറഞ്ഞാ ചേച്ചി എല്ലാവരെയും പറ്റിച്ചത്? അപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. ഇല്ല മോനെ, സാറ് പാവാ. കൂടുതൽ കിടന്ന് ഉരുളണ്ട. എടീന്നാ വിളിക്കുന്നത് അല്ലേ? സിദ്ധു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്ക് വേണ്ടി ചേച്ചി ഇനി ആ ജോലിക്ക് പോകണ്ട. ഇല്ല മോനെ, ഒരു 2 വർഷം അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ആ പിശാചിനെ എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടട്ടെ. അവൻ്റെ എടീ പോടി ദുഷ്ടകാലൻ്റെ തലയിൽ തേങ്ങ വന്ന് വീഴും. സിദ്ധു അരിശത്തിൽ അഫിയെ പ്രാകുന്നുണ്ട്. ലക്ഷ്മിക്ക് ചിരി വന്നു.